കുമാർ, ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ ഇപ്പോൾ ഇത്രയധികം ലഹരി ഉപയോഗം വ്യാപകമാകുന്നതിനും ലഹരി ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അനായാസം സുലഭമായി കിട്ടുന്നതിനും കാരണമായ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് കേരളത്തിന് ഇതിൽ നിന്നൊരു മുക്തി നേടാൻ കഴിയുക? ബോധവൽക്കരണം, ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് ബോധവൽക്കരണത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. കാരണം എത്രയോ കാലമായി ഈ ബോധവൽക്കരണ പരിപാടികൾ, ഇപ്പോൾ സർക്കാരിൻ്റെ വിമുക്തിയാണെങ്കിലും ശരി, സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളായാലും ശരി, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളായാലും ശരി, പദ്ധതികളായാലും ശരി, ഇതൊക്കെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും ലഹരിയുടെ ഉപയോഗം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എന്താണ് അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ? എങ്ങനെ മറികടക്കാം കേരളം ഈ വിപത്തിനെ? നമസ്കാരം. ഇതിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളമെന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇതേ തുല്യമായ അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും കേരളത്തിൻ്റെ സാഹചര്യം വളരെ പ്രതിസന്ധി നിറഞ്ഞത് തന്നെയാണെന്ന് നമുക്ക് ആവർത്തിച്ച് പറയാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ടത്, ലഹരി വിമുക്തിയുടെ അല്ലെങ്കിൽ വിരുദ്ധത നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും നമ്മൾ ലഹരി വിമുക്തിയിലൂടെ രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം തന്നെ 20 പേരോളം അല്ലെങ്കിൽ 30 പേരോളം, ഒരു സാമാന്യ കണക്കാണ് ഞാൻ പറയുന്നത്, 30 പേരോളം വീണ്ടും ലഹരിക്കയത്തിലേക്ക് വീണു പോകുന്നൊരു സാഹചര്യം നമ്മൾ നിറകണ്ണുകളോടെ നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് കൂട്ടനിലവിളികൾ എന്ന് പറയുന്ന ഓരോ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്ന കൂട്ടനിലവിളികൾ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഈ ലഹരി വിമുക്ത പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇതാണ്. ഒരുപാട് കോളുകൾ, ശരിക്കും ദിവസവും ഒരുപാട് കോളുകൾ ഉൾപ്പെടെ വരാറുണ്ട്. ഒരു 30ഓളം കോളുകൾ ദിവസവും വരാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും അത്ര കണ്ട് ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഓരോ വീടുകളും കടന്നു പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിന് ഒരു അറുതി എന്ന് പറയുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് എല്ലാവരുടെയും മുന്നിലുള്ള പ്രതിസന്ധിയാണ്. ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിലുള്ള ഒരു പ്രതിസന്ധി അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അറുതി എങ്ങനെ, അല്ലെങ്കിൽ ഇതിനൊരു തുടക്കം എവിടെ നിന്ന് കുറിക്കണമെന്ന് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇന്ന് എല്ലാവരും നിൽക്കുന്നത്. കാരണം പോലീസിനും എക്സൈസിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളേറെയാണ്. ഇപ്പോൾ ഒരു കേസ് പിടിച്ചുകൊണ്ട് വന്നാൽ തന്നെ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കാനായിട്ടുള്ള പരിമിതികളും ഏറെയാണ്. കാരണം അത് ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇതൊക്കെ അനുസരിച്ച്, ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇത്ര ദിവസത്തേക്ക് ശിക്ഷിച്ചതിന് ശേഷം ജാമ്യത്തിൽ സുഖമായിട്ട് ഊരി വരുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അത് വീണ്ടും വലിയ വിപത്തുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും ഇതിലോട്ട് എത്തിപ്പെടുന്നൊരു സാഹചര്യം വളരെ വേദനാജനകമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ ജയിലുകളിലാണ് ഈ ലഹരി വിമോചന കേന്ദ്രങ്ങളുടെ ആവശ്യകത എന്ന് പറയുന്നത്. കാരണം ഒരാൾ ലഹരിക്ക് അടിമയായോ അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരനായോ ജയിലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചിറങ്ങി വരേണ്ടത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ പുതിയൊരാളെ പരിചയപ്പെടുന്നു, അയാൾ വഴി കൂടുതൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകുന്നു, അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് അവർക്ക് സാധനം കിട്ടിക്കൊണ്ടിരുന്ന MDMA പോലുള്ള രാസലഹരികൾ കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിക്കാനുള്ള സാഹചര്യങ്ങൾ ജയിലിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും ഈ 2025 തുടക്കകാലം, 2025 പുലർന്നത് തന്നെ നമ്മൾ കൊലപാതക പരമ്പരകൾ കേട്ടുകൊണ്ടാണ്. പിന്നീട് ഇങ്ങോട്ട് ഈ ദിവസം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അക്രമങ്ങളില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ചുറ്റുപാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കുട്ടികളിലേക്ക് എത്തുന്നു. ഇപ്പോൾ 14, 15, 16 വയസ്സുള്ള കുട്ടികളിലേക്ക് എത്തുന്നു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ MDMA ഉപയോഗിക്കുന്നു. പിന്നെ അതിൽ മുതിർന്നവർ, അതായത് സഹോദരിമാർക്ക് MDMA കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീടുകൾക്കകത്ത് ഇതിൻ്റെ വ്യാപകമായ ഉപയോഗമുണ്ട് കുഞ്ഞുങ്ങൾക്കിടയിൽ അടക്കം എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു. അവരാണ് അച്ഛനും അമ്മയും ഉപദ്രവിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത് മനോനില പൂർണ്ണമായി തെറ്റിച്ച് അവരെ രോഗികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളിലാണ് ഈ താങ്കൾ പറഞ്ഞതുപോലെ ജയിലുകൾ കേന്ദ്രീകരിച്ചോ, അതല്ലെങ്കിൽ ഇതിലെ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയാവുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു വിഭാഗം എന്ന തരത്തിൽ നമുക്ക് സമൂഹത്തിൽ മാറ്റി നിർത്താൻ കഴിഞ്ഞു. ഇപ്പം അതല്ല, ഓരോരുത്തരുടെ വീടുകളിലും MDMA ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു കേരളത്തിൽ? തീർച്ചയായിട്ടും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സാറ് നേരത്തെ സൂചിപ്പിച്ചത് മാതിരി
നമുക്ക് ഈ ഒരാളെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ഒരു പാതയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ പലപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്ന് മാത്രമല്ല യുവതി യുവാക്കൾ ഉൾപ്പെടെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വീട്ടുകാരെ ഇരയാക്കുന്നുണ്ട്. ലൈംഗികപരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വീട്ടുകാരെ അമ്മയോ സഹോദരിയോ ഒക്കെ ചിലപ്പം അവരൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഈ ലഹരി അടിമകൾ മാറുന്നുണ്ട്. ഇതിപ്പോൾ പഴയതുപോലെ മദ്യമൊന്നുമല്ല, മദ്യമൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MDMAയും സിറിഞ്ചും അങ്ങനെയുള്ള ഹൈ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവും അങ്ങനെയുള്ള ഹാഷിഷ് ഓയിൽ അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ട് അതൊരിക്കലും എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇപ്പോൾ വളരെ വലുതായിട്ട് കൂടി, ക്വാളിറ്റി വലുതായിട്ട് കൂടി. അപ്പം യാതൊരു കാരണവശാലും ഇപ്പോൾ രക്ഷപ്പെടുത്തലിൻ്റെ വക്ക് പോലും നമുക്ക് ഭയാനകമായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പല സ്ഥലത്തും 3-4 മാസം കിടക്കുന്ന ആൾക്കാർ പോലും രക്ഷപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് അവരുടെ തലച്ചോറുകൾ മരവിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അമ്മയാര് പെങ്ങളാര് എന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് അത് ഇപ്പം പഴയ നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയുന്നത് പണ്ട് മമ്മൂട്ടിയുടെ ജോണി വാക്കർ എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ജോണി വാക്കർ എന്ന് പറയുന്ന മലയാള ചലച്ചിത്രത്തിൽ പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിലേക്ക് നയിക്കുന്നത് ശരിക്കും മയക്കുമരുന്ന് ഐസ്ക്രീമിൽ ജ്യൂസിൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സിനിമ നമുക്കന്ന് കാലങ്ങൾക്ക് മുന്നേ ആ സിനിമയിലൂടെ കണ്ടതാണ്. അതേ സാഹചര്യം ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറി വരുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത്തരം ചതിക്കുഴിയിലേക്ക് വീണ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാൻ പോലും അവർ മടിക്കുന്നു എന്നുള്ളതാണ്. അവർ അതിൻ്റെ ഒരു മായാവലയത്തിലേക്ക് എത്തിപ്പെട്ട് അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം. കുട്ടികളുടെ അവസ്ഥ അതേപോലെ തന്നെയാണ്. കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ ഒരു 8-9 വയസ്സായി CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും അവിടെയൊക്കെ ദിനം പ്രതി കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി കൗൺസിലിംഗ് കൊണ്ട് ആരെയും മാറ്റിയെടുക്കും? ബോധമുള്ള മനുഷ്യരെ മാത്രമേ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയൂ. ബോധമില്ലാത്ത മനുഷ്യരെ നമുക്കൊരിക്കലും കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയില്ല. സ്കൂളുകളിൽ തന്നെ ഒരു സെമിനാർ സംഘടിപ്പിച്ചാൽ പോലും രക്ഷിതാക്കളുടെ അഭാവം വളരെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഈ നിരോധിത പാൻ മസാലകൾ സുലഭമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ നിരോധിക്കപ്പെട്ടുവെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കഞ്ചാവ്. ഒരു പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ തന്നെ കിലോ കണക്കിന് കഞ്ചാവുകൾ ഇപ്പോഴും കിട്ടുന്നൊരു സാഹചര്യം. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം കോഡുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറയുന്ന റോഡിൽ പെൺകുട്ടികൾ ഒരു സ്ഥലത്ത് നിന്ന് റോഡിൽ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു സ്പോട്ട് അതാണ്, അവിടെ നിൽക്കും എന്നുള്ളതിൻ്റെ സ്പോട്ടാണ് ആ ചോക്ക് കൊണ്ട് വരയ്ക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൃത്യമായ സ്ഥലത്ത് ഈ സാധനങ്ങൾ എത്തുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി ഈ MDMA പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാമ്പ് പോലെയുള്ള LSD പോലുള്ള സാധനങ്ങൾ വീട്ടിലെത്തുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി. ഇതര സംസ്ഥാനത്ത് നിന്ന് കഞ്ചാവ് ട്രെയിൻ മാർഗം എത്തുന്നുണ്ട്. വേരാവൽ, സിൽച്ചർ പോലെയുള്ള എക്സ്പ്രസ് ട്രെയിനുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരുപാട്, കാരണം 1600 സംതിങ് എത്രയാണ് ഒരു ട്രെയിനിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ട്രെയിനിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം 4000 പേരാണ് ഒരു ട്രെയിനിലേക്കൊക്കെ കുത്തി ഞെരുങ്ങി കയറി വരുന്നത്. കേരളത്തിൻ്റെ സെൻസസ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പം മലയാളികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും അവർ കുത്തിഞ്ഞെരുങ്ങിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങുന്ന അവരുടെ കൂടെ വരുന്ന കുട്ടികളുടെ ഉൾപ്പെടെ ബാഗുകൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അവരുടെ കയ്യിലൊക്കെ ഈ സാധനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം വ്യാപകമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് ശരി ഡോക്ടർ സരുൺ, ഞാൻ വരാം. സുഭാഷ് ബാബു സർ.